തമിഴ് നടി ആനന്ദിയും നീലച്ചിത്രവും. തമിഴ് സിനിമയിലെ സി ക്ലാസ് സിനിമകളിൽ അഭിനയിക്കുന്ന നായികയാണ് ആനന്ദി. കയൽ, തൃഷ അല്ലെങ്കിൽ നയൻതാര, പെരിയാളൻ, ചണ്ഡിവീരൻ ഇങ്ങനെ കുറെ സി ക്ലാസ് തമിഴ് പടങ്ങളിൽ ആനന്ദി നായികയായിട്ടുണ്ട്. ഇപ്പോൾ എനക്ക് ഇന്നൊരു പേരുരുക്ക് എന്ന സിനിമയിൽ ദാദയുടെ മകളായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ആനന്ദി. ഈ സിനിമയിൽ ജി.വി. പ്രകാശ്, ആനന്ദി എന്നിവരാണ് ജോഡി. സാം ആന്റനാണ് സംവിധായകൻ. ഈ സിനിമയുടെ ചിത്രീകരണ സമയത്ത് സംവിധായകനും നായികയുമായി ചെറിയൊരു കശപിശ. സംവിധായകൻ സാം ആന്റൺ കഥ പറയുവാൻ ആനന്ദിയുടെ അരികിലെത്തി. കഥ കേട്ട ആനന്ദിക്ക് കഥ ഇഷ്ടപ്പെട്ടു. പക്ഷേ സെക്സിയായി അഭിനയിക്കാൻ പറ്റില്ല എന്നൊരു ഡിമാൻഡ് ആനന്ദി ആദ്യമേ പറഞ്ഞു. കാരണം ആനന്ദി പറയുന്നത് ആനന്ദിയുടെ ശരീരം തീരെ സെക്സി അല്ലെന്നാണ്. പക്ഷേ സിനിമയുടെ ഷൂട്ടിംഗ് ഏതാണ്ട് പകുതി കഴിഞ്ഞപ്പോൾ സംവിധായകൻ ആനന്ദിയെ വളരെ സെക്സിയായി അഭിനയിക്കാൻ നിർബന്ധിച്ചു. സംവിധായകന്റെ ആവശ്യം ആനന്ദി 2 പീസ് വസ്ത്രം ധരിക്കണമെന്നായിരുന്നു. ആനന്ദി അതിന് വഴങ്ങിയില്ല. തുടർന്ന് വാഗ്വാദമായി. ലക്ഷങ്ങൾ എണ്ണി വാങ്ങുന്നതല്ലേ, അല്പം തുടയൊക്കെ കാണിച്ചുകൂടെ എന്നായി സഹസംവിധായകൻ. അവസാനം മിനി സ്കർട്ട് എങ്കിലും ധരിക്കാൻ സംവിധായകൻ ആവശ്യപ്പെട്ടു. അത് തനിക്ക് ഇണങ്ങാത്ത വസ്ത്രമായതിനാൽ അതും ധരിക്കാൻ കഴിയില്ലെന്ന് ആനന്ദി അറിയിച്ചു. ആനന്ദിയുടെ എല്ലാ ഡിമാൻഡും ആനന്ദി സംവിധായകനോട് പറഞ്ഞിട്ടുള്ളതായിരുന്നു എന്ന് ആനന്ദി പറയുന്നു. അർദ്ധനഗ്നയാവുന്നത് സഹിക്കാം, അതിലും വസ്ത്രങ്ങളുടെ അളവ് കുറച്ചാൽ അതൊരു നീലച്ചിത്രത്തിന്റെ സ്വഭാവമായി പോകില്ലേ? ഇങ്ങനെ ക്ഷുഭിതയായി ചോദിക്കുകയാണ് നടി ആനന്ദി. ഒടുവിൽ ഇവർ ആ സിനിമ ഉപേക്ഷിച്ച് പോകുമെന്ന നിലയിലെത്തിയപ്പോൾ സംവിധായകൻ ആനന്ദിയോട് കോംപ്രമൈസ് ചെയ്യുകയായിരുന്നു. ഈ ആനന്ദിയുടെ പഴയ ചരിത്രം എടുത്താൽ കയൽ എന്ന ആനന്ദിയുടെ ആദ്യ ചിത്രം ഉണ്ടായത് തന്നെ കയലിന്റെ സംവിധായകൻ പ്രഭു സോളമന് ആനന്ദി എന്ന നടിയോട് തോന്നിയ പ്രണയമാണ്. പ്രഭു സോളമനാണ് സിനിമ എന്താണെന്ന് പോലും അറിയാത്ത ആനന്ദിയെ സിനിമാ രംഗത്തേക്ക് കൊണ്ടുവന്നത്. രാപ്പകൽ ഓഡീഷനും ഗ്രൂമിങ്ങും ഒക്കെയായി പ്രഭു സോളമൻ ആനന്ദിക്ക് അഭിനയത്തിന്റെ ബാലപാഠം പകർന്നു കൊടുക്കുകയായിരുന്നു. എന്തായാലും ആനന്ദി പറയുന്നത് സിനിമയിൽ അഭിനയിക്കുന്നത് തൊഴിലാണ്, എന്നാൽ നീലച്ചിത്രങ്ങളിൽ അഭിനയിക്കുന്നതിനോട് തനിക്ക് താല്പര്യമില്ലെന്നാണ്.